നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അല്പം ജ്യോതിഷപരമായിട്ടുള്ള കാര്യമാണ് പ്രതിപാദിക്കുന്നത്. പൊതുവെ സംസാരിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. സംസാരിച്ച് മറ്റുള്ളവരെ വശീകരിക്കുന്നത് ഒരു കഴിവ് തന്നെയാണ്. ജന്മനാ അത്തരത്തിൽ കഴിവുള്ള ചില നക്ഷത്രക്കാർ തന്നെയുണ്ട്. അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള സംഭാഷണ ശൈലി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഏതാനും രാശിക്കാരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. 6 രാശിക്കാരാണ് അത്തരത്തിൽ സവിശേഷമായ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ ഉള്ളത്. നമുക്ക് ആ രാശിക്കാർ ആരൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. എന്റെ മറ്റൊരു ചാനലായിട്ടുള്ള തീർത്ഥയാത്ര എന്ന യൂട്യൂബ് ചാനലില് ക്ഷേത്രങ്ങളെ കുറിച്ച് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള അറിവുകൾ പകരാറുണ്ട്. ആ ചാനൽ കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. സംഭാഷണങ്ങളിലൂടെ മറ്റുള്ളവരെ പെട്ടെന്ന് വശീകരിക്കാൻ സാധ്യതയുള്ള 6 രാശിക്കാരിൽ ഒന്നാമത്തെ രാശി മേടക്കൂറാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. സ്വന്തം ശരീരഭാഷകൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുള്ള രസികന്മാരല്ല അഥവാ മിടുക്കന്മാരാണ് മേടക്കൂറുകാർ. ഇവരുടെ സംസാരത്തെക്കാൾ മറ്റുള്ളവരെ ആകർഷിക്കുക ഇവരുടെ പ്രവർത്തികളാണ്. ഇവർക്കൊപ്പം സമയം ചെലവിടാൻ സുഹൃത്തുക്കൾക്ക് താല്പര്യമുണ്ടാകും. മറ്റുള്ളവരെ പെട്ടെന്ന് സംസാര ശൈലി കൊണ്ടും മറ്റും ആകർഷിക്കാൻ കഴിവുള്ള 6 രാശിക്കാരിൽ രണ്ടാമത്തെ രാശി മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തങ്ങളെയും മറ്റുള്ളവരെയും ചിരിപ്പിക്കുന്നതിൽ സ്വതവേ വിരുദുള്ള രാശിക്കാരിൽ മിഥുനക്കൂറുകാർ മുൻപന്തിയിലാണ്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ മിഥുനക്കൂറുകാർക്ക് അതിരുകടന്നു പോയേക്കാം. അത് ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. എന്നിരുന്നാലും ഇത്തരത്തിൽ വശീകരിച്ച് മറ്റുള്ളവരെ സംഭാഷണത്തിൽ രസിപ്പിക്കുന്നതിന് മിഥുനക്കൂറുകാർക്ക് കഴിവുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിഷമഘട്ടത്തിൽ നിൽക്കുന്നവരെ പോലും അവരുടെ ആ സന്ദർഭങ്ങളെയൊക്കെ മറക്കാൻ പര്യാപ്തമാക്കി അതൊക്കെ അനുകൂലമാക്കി എടുക്കാൻ മിഥുനക്കൂറുകാർക്ക് കഴിവുണ്ട്. മറ്റുള്ളവരെ എളുപ്പം സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും വശീകരിക്കാൻ കഴിവുള്ള 6 രാശിക്കാരിൽ 3ാമത്തെ രാശി കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ രഹസ്യാത്മകമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ്. മോശം സാഹചര്യങ്ങളാണെങ്കിൽ പോലും ലളിതമായി സരസമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മറ്റുള്ളവരെ പെട്ടെന്ന് സന്തോഷിപ്പിക്കാനും ആകർഷിക്കാനും കന്നിക്കൂറുകാർക്ക് സാധിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി സ്വയം ഉദാഹരണങ്ങൾ പറയുന്നതിനും അവർ മടി കാണിക്കില്ല. മറ്റുള്ളവരെ പെട്ടെന്ന് വശീകരിക്കാനും സംസാരത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ ഒരു സ്വതവേ കഴിവുള്ള 6 രാശിക്കാരിൽ 4ാമത്തെ രാശി തുലാം രാശിയാണ്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖം, 1/4 എന്നീ നക്ഷത്രങ്ങളാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനുമായി എന്ത് കാര്യങ്ങൾ ചെയ്യാനും തുലാക്കൂറുകാർ യാതൊരു മടിയും കാണിക്കാറില്ല. അത്തരം കാര്യങ്ങളിൽ ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് പോലും കരുതാതെ ഇവർ മറ്റുള്ളവരെ രസിപ്പിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനും വശീകരിക്കുന്നതിനുമായി എന്തും ചെയ്യും. മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിച്ച് സന്തോഷിപ്പിക്കാൻ സ്വതവേ കഴിവുള്ള 6 രാശിക്കാരിൽ ധനുരാശിയാണ്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെ വിരസമായിട്ടുള്ള നിമിഷങ്ങളെ പോലും മാറ്റിയെടുത്ത് അത് വളരെ സരസമായി അവതരിപ്പിച്ച് സംസാരിച്ച് കൂടെയുള്ളവരെ രസിപ്പിക്കാൻ അവർക്ക് കഴിയും. ഒരാൾക്കൂട്ടത്തെ മുഴുവൻ രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് സംസാരിക്കുന്നതിന് അവർക്ക് പ്രത്യേക വിരുദുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് ഫലപ്രദമായി പറഞ്ഞു മനസ്സിലാക്കിക്കാനും ചിരിപ്പിക്കാനും ഇവർക്ക് നിഷ്പ്രയാസം കഴിയുന്നതാണ്. മറ്റുള്ളവരെ പെട്ടെന്ന് സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ആകർഷിക്കാൻ സ്വതവേ കഴിവുള്ള 6 രാശിക്കാരിൽ 5ാമത്തെ രാശി വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. മറ്റുള്ളവരുമായി ഇടപഴകാൻ അല്പം സമയം എടുക്കുന്നവരാണ് വൃശ്ചികക്കൂറുകാർ. എന്നാൽ തങ്ങളുടെ സൗഹൃദ സദസ്സുകളിൽ കാര്യങ്ങളെ സരസമായി അവതരിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ രസിപ്പിക്കുന്നതിനും അവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. സത്യസന്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇവരുടെ സംസാരം അല്ലെങ്കിൽ തമാശകളൊക്കെ അതിര് കടന്നു എന്നും വരാം. എന്നിരുന്നാലും പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് സ്വതവേ ഇവർക്ക് കഴിവുണ്ട്. മറ്റുള്ളവരെ പ്രവർത്തന ശൈലി കൊണ്ടും സംസാരം കൊണ്ടും ആകർഷിക്കുന്നതിന് സ്വതവേ കഴിവുള്ള 6 രാശിക്കാരിൽ 6ാമത്തെ രാശി ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്.
രസകരമായിട്ടുള്ള സംസാര ശൈലിയും പ്രവൃത്തിയും കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ സ്വതവേ കഴിവുള്ള ചില രാശിക്കാരുണ്ട്. അത്തരത്തിൽ 6 രാശിക്കാരുണ്ട്. അങ്ങനെയുള്ള 6 രാശിക്കാരെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ജ്യോതിഷപരമായി പ്രത്യേകതയുള്ള ചില രാശിക്കാരെ നമ്മൾ പരിചയപ്പെട്ടു വരികയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് മറ്റൊരു പ്രത്യേകതയുള്ള ഏതാനും രാശിക്കാരെ പരിചയപ്പെടുകയാണ്. ആഡംബരത്തോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ്. എന്നാൽ പലരും സാഹചര്യത്തിനും അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കും അനുസരിച്ചുള്ള ആഡംബര കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ചില രാശിക്കാർ അതിൽ നിന്ന് അതീതമായിട്ട് എത്ര കിട്ടിയാലും തികയാത്ത രീതിയിൽ ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ആഡംബരത്തോടെ ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. അത്തരത്തിലുള്ള ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന, അതായത് എത്ര കിട്ടിയാലും അത് ചെലവ് ചെയ്യാനും അല്ലെങ്കിൽ ആഡംബരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന 6 രാശിക്കാരെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നത് ആ സ്വഭാവത്തെയൊക്കെ നമുക്ക് ദോഷകരമാണ് എങ്കിൽ അതൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് അതൊക്കെ തിരുത്തലുകൾ വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ്. 6 രാശിക്കാർ എത്ര കിട്ടിയാലും ചെലവ് ചെയ്ത് ആഡംബരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് ഓരോ രാശിക്കാരെയും ഒന്ന് പരിചയപ്പെടാം. ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് വേണം ഒരു വ്യക്തിയുടെ അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളെ പൂർണ്ണമായിട്ട് നിശ്ചയിക്കാൻ. എന്നാലും ചില രാശിക്കാർക്ക് പ്രത്യേകതയുണ്ട്. അത്തരം കാര്യങ്ങളോട് സ്വാഭാവികമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. എല്ലാ രാശിക്കാരും അങ്ങനെ ആകണമെന്നില്ല. അത് ജാതകത്തെ കൂടി കണ്ടുകൊണ്ട് വേണം അത് പരിപൂർണമായിട്ട് നിശ്ചയിക്കാൻ എന്നുകൂടി ആമുഖമായിട്ട് പറയുകയാണ്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ഓരോ രാശിക്കാരെ പരിചയപ്പെടാം. ആദ്യത്തെ രാശി ഇടവൻ രാശിയാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിയുടെ രാശി ഗ്രഹം തന്നെ ശുക്രനാണ്. രാശിയാധിപൻ ശുക്രനാണ്. ശുക്രൻ ആഡംബരത്തിന്റെയും ഭൗതികതയുടെയും ഒക്കെ കാരക ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് സ്വാഭാവികമായിട്ടും ഒരു ആഡംബര ഭ്രമം ഉണ്ടായിരിക്കും. ഭൗതിക ജീവിതത്തിനും ആഡംബര ജീവിതത്തിനും ഒക്കെ പേരുകേട്ട ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവൻ രാശിക്കാർ ആഡംബര ജീവിതം നയിക്കുന്നതിന് താല്പര്യം കാണിക്കുന്നവരാണ്. രണ്ടാമത്തെ രാശി മിഥുനൻ രാശിയാണ്. ബുധന്റെ രാശിയാണ്. മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്നത് മകയിരത്തിന്റെ 2/2 പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. സുഖ സൗകര്യങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെലവ് ചെയ്യുന്ന രാശിക്കാരിൽ പ്രധാനപ്പെട്ട രാശി മിഥുനൻ രാശി തന്നെയാണ്. ഭാവിയിലേക്ക് പണം സമ്പാദിക്കുന്നത് മിഥുനൻ രാശിക്കാർക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ മിഥുനൻ രാശിക്കാർ പലപ്പോഴും പണത്തിന്റെ ദൗർലഭ്യം നേരിടാനും സാധ്യതയുണ്ട്. ചെലവ് ധാരാളമായി ചെലവഴിക്കാനുള്ള സാധ്യതയും മിഥുനൻ രാശിക്കാർക്കുണ്ട്. അതായത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനക്കൂറുകാർ ആഡംബരത്തോടെ ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ് എന്നർത്ഥം. മൂന്നാമത്തെ രാശി ചിങ്ങക്കൂറാണ്. ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങൻ രാശിയുടെ അടയാളം സിംഹമാണ്. സൂര്യനാണ് രാശിയുടെ അധിപൻ. ഇതെല്ലാം രാജകീയമായിട്ടുള്ള ഭാവങ്ങളെ കാണിക്കുന്നതാണ്. മാന്യവും രാജകീയവുമായിട്ടുള്ള ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും ചിങ്ങക്കൂറുകാർ. സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ അവർ താല്പര്യപ്പെടും. രാജകീയമായിട്ടുള്ള ശൈലിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അത്തരത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ചിങ്ങക്കൂറുകാരുടെ പ്രത്യേകത ഭാഗ്യത്തിന്റെ ആനുകൂല്യം അവർക്ക് സാധാരണ ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. അവർ ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. അത് നയിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. ആഡംബരത്തോടെ ജീവിക്കാൻ പണം ചെലവഴിക്കുന്ന 4ാമത്തെ രാശിക്കാർ തുലാം രാശിക്കാരാണ്. അതും ശുക്രന്റെ തന്നെ രാശിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഡംബരവും ഭൗതികതയും ഒക്കെ ശുക്രന്റെ കാരകത്വ ഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശുക്രന്റെ രാശിക്കാരായിട്ടുള്ള തുലാം രാശിക്കാർക്കും ഇത്തരത്തിൽ ആഡംബര ജീവിതം നയിക്കുന്നതിന് ഒരു സ്വതവേ ഒരു താല്പര്യമുണ്ടായും. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2/2 പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാതെ ജീവിക്കുന്നവരായിരിക്കും തുലാം രാശിക്കാർ. എപ്പോഴും ഉയർന്നു നിൽക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരും അതിന് ശ്രമിക്കുന്നവരുമാകും തുലാം രാശിക്കാർ. ധാരാളം ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തുലാം രാശിക്കാർ നേരിട്ടേക്കാം. ആഡംബരം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ തുലാം രാശിക്കാർ സ്വത്ത് സമ്പാദിക്കാൻ പിന്നോട്ട് പോകാറുണ്ട്. നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ മറന്നുകൊണ്ട് ഇന്നത്തെ ആഡംബരത്തിൽ സുഖസൗകര്യങ്ങളോട് കഴിയാൻ അവർ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടും വരാം. 5ാമത്തെ രാശി വൃശ്യം രാശിയാണ്. വൃശ്യക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്യക്കൂറുകാരും ആഡംബരപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. രാജകീയമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് പണം ധാരാളം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും വൃശ്യക്കൂറുകാർ.
ഭാവിയെക്കുറിച്ച് ആകുലതപ്പെടാതെ വർത്തമാനകാലത്തിൽ ജീവിക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുക. വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ എന്നിവയൊക്കെ പരീക്ഷിക്കാനും അതൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാകും വൃശ്ചികക്കൂറുകാർ. വൃശ്ചികക്കൂറിന്റെ അധിപൻ ചൊവ്വയാണ്. വൃശ്ചികക്കൂറുകാരും ആഡംബരം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. ആഡംബര ജീവിതത്തിന് താല്പര്യം കാണിക്കുന്ന 6 രാശിക്കാരിൽ 6ാമത്തെ രാശിക്കാർ മകരം രാശിക്കാരാണ്. ഇത് ശനിയുടെ രാശിയാണ്. മകരം രാശിക്കാർ എപ്പോഴും ഉറച്ച ദൃഢനിശ്ചയമുള്ളവരായിരിക്കും. അവർ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരായിരിക്കും. മകരരാശിക്കാർക്ക് ശക്തമായ തന്ത്രങ്ങൾ മെനയാനും അത് പ്രാവർത്തികമാക്കാനും അറിയുന്നവരായിരിക്കും. സാമ്പത്തിക സ്ഥിരത, ഭൗതിക ആസക്തി, സമ്പത്തിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവയൊക്കെ മകരക്കൂറുകാരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ജീവിതത്തിൽ ധാരാളം ധനസമ്പാദനത്തിനും നേട്ടങ്ങൾക്കുമൊക്കെ സാധ്യതയുള്ളവരായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ആഡംബരത്തിലേക്ക് സ്വാഭാവികമായിട്ടും ഭ്രമിക്കാറും അതിലേക്ക് പോകാറുമുണ്ട്. രാജകീയമായിട്ടുള്ള ഒരു ജീവിതശൈലി ഇവർ കൊണ്ടുവരികയും ചെയ്യും. കൂടുതൽ ചെലവ് ചെയ്തായാലും രാജകീയമായിട്ടുള്ള ജീവിത ശൈലി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന 6 രാശിക്കാരെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. അവരവരുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള ചെലവുകൾ ചെയ്യുക, വരവറിഞ്ഞ് ചെലവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ ഒരു വീഡിയോ അവസരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുക, അത് ജന്മനാൽ തന്നെ ലഭിക്കുക, അത്തരം ചില രാശിക്കാരുണ്ട്. അതായത് ജന്മന തന്നെ ഭാഗ്യമുള്ള ചില രാശിക്കാർ. സമ്പത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എല്ലായ്പ്പോഴും ഭാഗ്യം പിന്തുണയ്ക്കുന്ന രാശിക്കാരെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. പൊതുവെ ഭാഗ്യമുള്ള 7 രാശിക്കാരുണ്ട്. ആ രാശിക്കാരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണ്ണയിക്കാൻ നക്ഷത്രത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നക്ഷത്രപ്രകാരം വളരെയേറെ നമുക്ക് പറയാൻ സാധിക്കും. 27 നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. അതിൽ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളെ കൂടാതെ ജാതകാലുള്ള, അതായത് ഗ്രഹനില പ്രകാരമുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയുമൊക്കെ ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളെ സ്വാധീനിക്കാറുണ്ട്. ജാതകത്തിലെ ശുഭാശുഭങ്ങളെയൊക്കെ, വ്യക്തിയുടെ ശുഭാശുഭങ്ങളെയൊക്കെ നമുക്ക് അത്തരത്തിൽ ഗ്രഹനില നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഭാഗ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 9ാം ഭാവമാണ്. ഭാഗ്യമുണ്ടോ എന്നുള്ളത് ജാതകം നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചില രാശിക്കാർക്ക് സ്വതവേ തന്നെ ആ രാശിക്ക് അല്പം ഭാഗ്യമുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് പണത്തിന് ക്ഷാമം അനുഭവപ്പെടുക അപൂർവമാണ്. എല്ലാ കാര്യങ്ങളിലും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുന്നവരാണ്. ജ്യോതിഷപ്രകാരം 7 രാശിക്കാർക്ക് അത്തരത്തിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള ഭാഗ്യമുണ്ട്. നമുക്ക് ആ രാശിക്കാരെ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത് ഇടവം രാശിയാണ്. ഇടവം രാശി എന്ന് പറയുന്നത് ശുക്രന്റെ രാശിയാണ്. ശുക്രന്റെ അതിദേവത തന്നെ മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം സ്വതവേ തന്നെ ഉണ്ട്. സാമ്പത്തികമായി ഇവർ നല്ല നിലയിലെത്താനുള്ള സാഹചര്യവുമുണ്ട്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരുടെ ഭാഗ്യം ശക്തമാണ്. ബന്ധുഗ്രഹമായിട്ടുള്ള ശനി ഭാഗ്യത്തിന്റെയും കർമ്മത്തിന്റെയും അധിപനാണ്. സാമ്പത്തികമായി മെച്ചപ്പെടാൻ ഇവർ നല്ല പരിശ്രമം നടത്തുന്നവരാണ്. കഠിനാധ്വാനം ചെയ്യുന്ന മേഖലകളിലാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും വിജയം കൈവരിക്കും. ഇടവക്കൂറുകാരുടെ സാമ്പത്തിക സ്ഥിതി നല്ല മെച്ചത്തിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. അടുത്തത് നമുക്ക് മിഥുനം രാശിയാണ്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറിന്റെ രാശ്യാധിപൻ ബുധനാണ്. വാക്ക്, പണം, വാണിജ്യം, ഗണിതം, എഴുത്ത്, നിയമം, ത്വക്ക്, ബഹുമാനം എന്നിവയെല്ലാം ബുധന്റെ കാരകത്വ ഭാവങ്ങളാണ്. മിഥുനക്കൂറുകാർക്ക് അവരുടെ രാശ്യാധിപനായിട്ടുള്ള ബുധൻ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ കഴിവിനും ഉപരിയായിട്ടുള്ള ധനലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ്. അതായത് ഭാഗ്യം ധനപരമായിട്ടും അല്ലാതെയും ഒക്കെ ഇവരെ നല്ല രീതിയിൽ കടാക്ഷിക്കുന്നതാണ്. അടുത്ത ഭാഗ്യമുള്ള രാശി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് ലക്ഷ്മി ദേവിയുടെ പ്രത്യേക അനുഗ്രഹമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കർക്കിടകക്കൂറുകാർക്ക് ഭാഗ്യാധിപൻ വ്യാഴമാണ്, രാശ്യാധിപൻ ചന്ദ്രനാണ്. 2 ഗ്രഹങ്ങളും ബന്ധുഗ്രഹങ്ങളും കൂടിയാണ്. എന്നാൽ പണം സമ്പാദിക്കുന്നതിനോടൊപ്പം കർക്കിടകക്കൂറുകാർ ചെലവഴിക്കാനും മിടുക്കരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചെലവഴിക്കുന്നതിൽ മിടുക്കരാണ് എന്ന് പറയുന്നതിലൂടെ അവർ അനാവശ്യമായി ചെലവഴിക്കുക എന്നുള്ളതല്ല, ചെലവ് ചെയ്യുന്നത് വളരെ നിയന്ത്രിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതിന് കഴിവുള്ളവരുമാണ്. അനാവശ്യമായി ചെലവ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ചെലവ് ചെയ്യുന്നതൊക്കെ ഭാവിയിലേക്കുള്ള സമ്പാദ്യങ്ങളായിട്ടായിരിക്കും. തൊഴിൽ ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൽ വിജയം നേടിയിട്ട് മാത്രമേ അവർ തിരികെ എത്തുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ, ലക്ഷ്മി ദേവിയുടെ ഭാഗ്യത്തിന്റെ ഒരു കടാക്ഷം എല്ലായ്പ്പോഴും കർക്കിടകക്കൂറുകാരിൽ ഉണ്ടാകും. അടുത്തത് ചിങ്ങക്കൂറുകാരെയാണ് പറയേണ്ടത്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരുടെ ഭാഗ്യാധിപൻ ചൊവ്വയാണ്. ചൊവ്വ രാശ്യാധിപനായിട്ടുള്ള സൂര്യന്റെ ബന്ധുഗ്രഹവും യോഗകാരകനുമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. പൊതുവെ സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വം രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ രൂപീകരിക്കുന്നവരാണ് ചിങ്ങക്കൂറുകാർ. പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ് ചിങ്ങക്കൂറുകാർ. മറ്റുള്ളവർ ചിങ്ങക്കൂറുകാരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടും. ഒരു തൊഴിൽ ചെയ്യാൻ തീരുമാനിച്ചാൽ കഠിനാധ്വാനം ചെയ്യാൻ ഇവർ പരിശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ആ തൊഴിലിൽ അവർ വിജയം നേടിയെടുക്കുന്നവരാണ്. പണം സമ്പാദിക്കാനും ചിങ്ങക്കൂറുകാർക്കറിയാം. പണത്തിന് ബുദ്ധിമുട്ടില്ലാത്തവരായിരിക്കും ചിങ്ങക്കൂറുകാർ. അടുത്ത രാശി കന്നിക്കൂറാണ്. കന്നിക്കൂറുകാർക്ക് ഭാഗ്യാധിപൻ ശുക്രനാണ്. രണ്ടാം ഭാവാധിപൻ കൂടിയായിട്ടുള്ള ശുക്രനാണ് ഭാഗ്യത്തിന്റെ അധിപൻ. രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനത്തിന്റെ ഭാവമാണ്. രാശ്യാധിപന്റെ ബന്ധുഗ്രഹമായിട്ടുള്ള ശുക്രനാണ് ഭാഗ്യാധിപൻ. ആ ഗ്രഹം തന്നെയാണ് സമ്പത്തിന്റെ അധിപൻ എന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായി കന്നിക്കൂറുകാർ മികച്ച അവസ്ഥയിലെത്തും. കന്നിക്കൂറുകാർ വളരെ മികച്ച ബുദ്ധിയുള്ളവരായിരിക്കും. ബുധന്റെ സ്വാധീനം മൂലം വാക്കും പ്രവൃത്തിയും ഒക്കെ ഇവരുടെ വളരെ മെച്ചത്തിലായിരിക്കും. നല്ല ചിന്തകൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അധ്യാപകർ, എഴുത്തുകാർ, അഭിഭാഷകർ, സെയിൽസ്മാൻമാർ, അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നീ മേഖലകളിലൊക്കെ തിളങ്ങാൻ കന്നിക്കൂറുകാർക്ക് സാധിക്കും. വളരെ വേഗം തന്നെ ഒരു നല്ല വ്യക്തിത്വം വാർത്തെടുക്കാൻ കന്നിക്കൂറുകാർക്കാവും എന്നർത്ഥം. അങ്ങനെ വിജയത്തിന്റെ മന്ത്രങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ലഭിക്കും. അടുത്തത് വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർ വളരെ സ്വതവേ ബുദ്ധിശാലികളായിരിക്കും. ബുദ്ധി ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നതിൽ അവർ വിരുദ്ധരുമായിരിക്കും. ഇവരുടെ ബുദ്ധിശക്തി തന്നെ സാമ്പത്തികമായി വിജയം നേടാനും ഇവരെ പ്രാപ്തരാക്കും. ഇവർ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഉയർച്ച നേടും. അതോടൊപ്പം ഭാഗ്യത്തിന്റെ ആനുകൂല്യം വളരെ മെച്ചമായിട്ട് ലഭിക്കുന്നവരായിരിക്കും വൃശ്ചികക്കൂറുകാർ. കഠിനാധ്വാനവും സത്യസന്ധതയും ഒക്കെ ഇവരുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും. അതെല്ലാം ഇവരുടെ വിജയത്തിൽ പങ്കാളിത്തം നേടും. ഏതൊരു പ്രവൃത്തിയും തൽക്ഷണം പ്രവർത്തിച്ച് അത് വളരെ മെച്ചമാക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യും. ഏഴാമത്തെ രാശി ധനുരാശിയാണ്. ധനുരാശി വ്യാഴത്തിന്റെ രാശിയാണ്. വ്യാഴത്തിന്റെ ബന്ധുഗ്രഹമായിട്ടുള്ള സൂര്യനാണ് ഭാഗ്യാധിപൻ. ജീവിതത്തിന്റെ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിന്റെ അധിപനും രാശിയാധിപനായിട്ടുള്ള വ്യാഴം തന്നെയാണ്. ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച ഫലം നൽകുന്ന ഗ്രഹം കൂടിയാണ് വ്യാഴം. സൗരയൂഹത്തിലെ ഏറ്റവും വലിയ ഗ്രഹം കൂടിയാണ് വ്യാഴം. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും ഒക്കെ കാരകഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ നല്ല പ്രഭാവം ധനുക്കൂറുകാർക്കുണ്ട്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. വിദ്യാഭ്യാസം, രാഷ്ട്രീയം, മാനേജ്മെന്റ്, ഉപദേശകർ തുടങ്ങിയ പ്രവർത്തന മേഖലകളിൽ ഇവർ സ്വാഭാവികമായി തിളങ്ങും. ഈ മേഖലകളിൽ പ്രത്യേക ബഹുമാനങ്ങൾ ഇവർ ലഭിക്കുകയും ഇവർ സമ്പത്ത് നേടിയെടുക്കാനും സമ്പത്ത് സ്വരൂപിക്കാനും പ്രത്യേക വിരുദുള്ളവരുമായി തീരും. പണത്തിന്റെ കാര്യത്തിലും മറ്റ് പൊതുവായി ജീവിത സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിലുമൊക്കെ സ്വതവേ ജന്മനാൽ തന്നെ ഭാഗ്യമുള്ള 7 രാശിക്കാരെയാണ് നാം ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത്. അശുഭാപ്തി വിശ്വാസം മൂലം ജീവിതം തകർച്ചയിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്ന ഏതാനും രാശിക്കാരെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. നെഗറ്റീവ് ചിന്തകൾ മനസ്സിലുണ്ടാകുന്ന പക്ഷം അത് ജീവിതത്തെ പിന്നോട്ട് നയിക്കുന്നതാണ്. മുന്നോട്ടുള്ള ജീവിത പ്രയാണം തടസ്സപ്പെടുകയും ജീവിതത്തിൽ ഉയർച്ചകൾക്ക് പകരം താഴ്ചകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ചില രാശിക്കാരുമുണ്ട്. അത്തരത്തിലുള്ള അശുഭാപ്തി വിശ്വാസം മൂലം, അതായത് ശുഭവിശ്വാസമില്ലാത്തത് മൂലം ജീവിതം തകർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള 5 രാശിക്കാരെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് പറയുന്നത് ആരെയും വേദനിപ്പിക്കാനോ ഒന്നുമല്ല. നിരാശരാകേണ്ട കാര്യവുമില്ല. എന്നാൽ നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരവും കൂടി നാം തന്നെ നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതത്തെ നയിച്ചാൽ നമുക്ക് ജീവിതത്തെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഏവർക്കും ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിഷയം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തിലും ദോഷം മാത്രം കാണുക, ശുഭാപ്തി വിശ്വാസം ഇല്ലാതിരിക്കുക. ഏത് പ്രവൃത്തിയും ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഒരു അശുഭ ചിന്ത മനസ്സിലേക്ക് വരിക, അതൊക്കെ ആ പ്രവർത്തനത്തെ തടസ്സം ചെയ്യുകയും പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് ചെയ്ത് പൂർത്തിയാക്കാൻ അത് തടസ്സമായിട്ട് വരികയും ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള അശുഭാപ്തി വിശ്വാസികളായിട്ടുള്ള 5 രാശിക്കാരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഏത് കാര്യത്തിലും ദോഷങ്ങൾ മാത്രം ചിന്തിക്കുകയും അത് ദോഷങ്ങൾ മാത്രം പറയുകയും ചെയ്യുക, അങ്ങനെയുള്ളവർ നിരവധി നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാനായിട്ട്
സാധിക്കും. അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അവരുടെ രാശിയുടെ സ്വഭാവം തന്നെയാണ് അവർ പ്രകടമാക്കുന്നത്. ജീവിതം എന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അതൊന്നും ചിന്തിക്കാതെ ജീവിതത്തിനായിട്ട് കഠിന പരിശ്രമം ചെയ്യുന്നവർക്ക് ദുഃഖങ്ങൾ പോലും ഒരുപക്ഷെ ബാധിക്കില്ല. എന്നാൽ സുഖത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും ആദ്യം വിപരീത ചിന്തകൾ മനസ്സിലേക്ക് ഓടി വരുന്ന വ്യക്തികൾക്ക് കഠിന പരിശ്രമത്തിലൂടെ മാത്രമേ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഏവരും അശുഭാപ്തി വിശ്വാസം വെടിഞ്ഞുകൊണ്ട് ശുഭവിശ്വാസികളായി മാറേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പ്രാധാന്യത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജീവിതത്തെ ഇക്കൂട്ടർ ശുഭാപ്തി വിശ്വാസത്തോട് കാണില്ല. പോസിറ്റീവ് ചിന്തകൾ ഇവരുടെ മനസ്സിലുണ്ടാകില്ല. എല്ലായ്പ്പോഴും നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ ഉദിക്കും. അതൊക്കെ മറ്റുള്ളവരുടെ അതൃപ്തിയും പിണക്കങ്ങളുമൊക്കെ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ അതൊക്കെ കാരണമായിട്ട് ഇവരുടെ ജീവിതം തന്നെ പിന്നോട്ട് പോയേക്കാം. ഇത്തരം സ്വഭാവമുള്ളവരെ നമ്മൾ ദോഷേന്ദ്രിക്കുകൾ എന്ന് പറയാറുണ്ട്. ദോഷേന്ദ്രിക്കുകളായിട്ടുള്ള 5 രാശിക്കാരെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് എന്ന് പറഞ്ഞു. പോസിറ്റീവ് ചിന്തകൾ മനസ്സിലുണ്ടാക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വളരെ വേഗം വിജയിക്കാൻ സാധിക്കൂ. ഏത് കാര്യത്തിലും നിരാശയും വിപരീത ചിന്തകളും വെച്ച് പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. 12 രാശിക്കാരിൽ ദോഷേന്ദ്രിക്കുകളായിട്ടുള്ള 5 രാശിക്കാരുണ്ട്. അവരെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഇടവക്കൂറുകാരെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. നെഗറ്റീവ് ചിന്തകളിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് ഇടവക്കൂറുകാർ തന്നെയാണ്. എന്തിലും വിപരീത ചിന്തകൾ ഇവരെ മതിക്കുന്നത് മൂലം ഇവരുടെ ശുഭാപ്തി വിശ്വാസം പലപ്പോഴും നഷ്ടപ്പെടുകയും അശുഭ ചിന്തകൾ ഇവരെ മതിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങളെ ചെയ്യുന്നതിലും പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതിലും ഒക്കെ ഇവർ പിന്നോട്ടാണ്. എന്ത് കാര്യവും ഇവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് ദോഷകരമാകുമോ എന്നുള്ള ചിന്ത ഇവരെ അലട്ടിയേക്കാം. അതുമൂലം എല്ലായ്പ്പോഴും ഇവരെ നിരാശ ബാധിക്കുകയും ചെയ്യാം. ഇടവക്കൂറുകാരുടെ മറ്റൊരു ദോഷ സ്വഭാവമാണ് പലപ്പോഴും ശാഠ്യം പിടിക്കുക എന്നുള്ളത്. ഈ സ്വഭാവങ്ങളെയൊക്കെ ഒന്ന് കരുതിക്കൊണ്ട് അതിൽ നിന്നൊരു മാറ്റമുണ്ടായി ശുഭവിശ്വാസത്തോടുകൂടി ശുഭചിന്തയോടുകൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ മാത്രമേ ഇടവക്കൂറുകാർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത് പ്രതിപാദിച്ചത്. ഇത് ഇടവക്കൂറുകാർ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് മാത്രം. ദോഷേന്ദ്രിക്കുകൾ എന്ന് പറയാവുന്ന 5 രാശിക്കാരിൽ രണ്ടാമത്തെ രാശി കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. വിപരീത ചിന്തകളുടെ കാര്യത്തിൽ കർക്കിടകക്കൂറുകാരും ഒട്ടും പുറകിലല്ല. അനുകമ്പ ഇവരുടെ മുഖമുദ്രയാണ്. എന്നിരുന്നാലും എല്ലാത്തിലും അശുഭ ചിന്തകൾ ഇവരുടെ മനസ്സിനെ മതിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിച്ചു കൂട്ടുവാൻ ഇവർ മിടുക്കരാണ്. അത് ഇവരുടെ ജീവിതത്തെ പലപ്പോഴും പിന്നോട്ടടിക്കും, അതായത് ദോഷകരമായിട്ട് ബാധിക്കും. കർക്കിടക രാശിക്കാർ നല്ല അവിശ്വാസികളാണ്, അല്ലെങ്കിൽ അശുഭാപ്തി വിശ്വാസികളാണ്. സ്വയം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ശുഭവിശ്വാസം കരസ്ഥമാക്കാൻ അതുകൊണ്ട് തന്നെ കർക്കിടക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. ശുഭാപ്തി വിശ്വാസമില്ലാത്ത 5 രാശിക്കാരിൽ 3ാമത്തെ രാശി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ 1/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരും മറ്റു രാശിക്കാരെ പോലെ തന്നെ അശുഭാപ്തി വിശ്വാസികൾ തന്നെയാണ്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ ചിന്തിച്ച് പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിക്കാൻ ഇവർക്കാകും. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഇവർ മാനസിക വ്യതയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരികയും അത് ഇവരെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് അഥവാ മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പല കാര്യത്തിലും ഇവർ അശുഭാപ്തി വിശ്വാസം മുറുകെ പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അമിതമായി ഇവർ ചിന്തിക്കുകയും വിഷമിക്കുകയും ചെയ്യും. കന്നിക്കൂറുകാരുടെ അമിത ചിന്തയും എന്തിലും വിഷമിക്കുന്ന മാനസികാവസ്ഥയും ഒക്കെ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസം നേടിയെടുക്കുക ജീവിത വിജയം നേടാനാകും. ശുഭാപ്തി വിശ്വാസമില്ലാത്ത 5 രാശിക്കാരിൽ 4ാമത്തെ രാശി വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 4ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരുടെ പ്രധാന പ്രത്യേകത അമിതമായിട്ടുള്ള വൈകാരികതയാണ്. അതുമൂലം പലപ്പോഴും അശുഭാപ്തി വിശ്വാസം ഇവരെ മൂടിയിരിക്കും. ഏത് കാര്യത്തിലും നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ ഇവർ ആദ്യം തന്നെ ശ്രമിക്കും. അത്തരം കാര്യങ്ങൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഇവരിൽ സൃഷ്ടിച്ചേക്കാം. മറ്റുള്ളവരുടെ നല്ല ഉദ്ദേശങ്ങളെ പോലും ഇവർ ആദ്യം മോശമായിട്ട് ചിന്തിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ നിരാശപ്പെടാറുമുണ്ട്.
ഈ സ്വഭാവങ്ങളൊക്കെ മാറ്റി ശുഭാപ്തി വിശ്വാസം ശീലിക്കുക വൃശ്ചികക്കൂറുകാർക്ക് നല്ല ജീവിത വിജയം എന്നാൽ മാത്രമേ നേടാൻ സാധിക്കൂ. ദോഷേതരക്കുകളായിട്ടുള്ള 5 രാശിക്കാരിൽ 5ാമത്തെ രാശി മകരം രാശിയാണ്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർ ഏത് കാര്യങ്ങളും പ്രായോഗികമായിട്ട് ഉത്തരവാദിത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവരുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും അശുഭാപ്തി വിശ്വാസം മുന്നിട്ട് നിൽക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയും അതിൽ അശുഭാപ്തി വിശ്വാസം മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നത് മൂലം ഇവർക്ക് ആ പ്രവർത്തനങ്ങളെ ഇവരുടെ കഴിവിനനുസരിച്ച് പൂർത്തിയാക്കാൻ സാധിക്കാതെ പലപ്പോഴും വരുന്നു. അത് മകരക്കൂറുകാർക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നൽകും. തോറ്റുപോകുമോ എന്നുള്ള വിപരീത ചിന്ത ഇവരുടെ മനസ്സിനെ എല്ലായ്പ്പോഴും മതിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ജീവിതത്തിൽ പരിശ്രമവും ശുഭാപ്തി വിശ്വാസവും മകരക്കൂറുകാർ ശീലിക്കുക, ജീവിതത്തിൽ വിജയിക്കാനാകും. ചില വ്യക്തികൾക്ക് ആരുടെയെങ്കിലും സഹായവും അടുപ്പവും സൗഹൃദവും ഒക്കെ എല്ലായ്പ്പോഴും ആവശ്യമായിട്ട് വന്നേക്കാം. അങ്ങനെ എന്തെങ്കിലും അടുപ്പവും അല്ലെങ്കിൽ സഹായികളോ കൂട്ടുകാരോ ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർ ആകെ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന മാനസികാവസ്ഥയിലേക്കൊക്കെ പോകാം. വളരെ ഒരു നഷ്ടബോധം അവരിൽ ഉടലെടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ അത് പിന്നോട്ട് നയിച്ചേക്കാം. എന്നാൽ ഏതാനും ചില രാശിക്കാർ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ അവർ സന്തോഷകരമായിട്ട് തരണം ചെയ്ത് അതൊക്കെ നല്ലതിനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഏകാന്തതയൊക്കെ അവർ നേട്ടമായി കരുതിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള 5 രാശിക്കാരെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ കൂട്ടോ സഹായമോ ഒന്നും തന്നെ ഇല്ലാതെ ഏത് സാഹചര്യങ്ങളിലും എത്ര ഏകാന്തമായിട്ടാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്ന 5 രാശിക്കാരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ജ്യോതിഷപ്രകാരം ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഓരോ രാശിക്കാർക്കും ഓരോ വ്യക്തിത്വങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില വ്യക്തിത്വങ്ങളെ നമുക്ക് ഇനി മറ്റു പല വീഡിയോകളിലുമായിട്ട് പരിചയപ്പെടാം. രാശിയുടെ ചിഹ്നവും രാശിയുടെ സ്വഭാവങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് അത്തരത്തിൽ വ്യക്തി സ്വഭാവ വിശേഷങ്ങളെ പരിചയപ്പെടാം. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. അതിൽ ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആമുഖമായി ഞാൻ പറഞ്ഞതുപോലെ ചില രാശിക്കാർ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ സഹായത്തിനില്ലാത്ത പക്ഷം അവർ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലേക്ക് പോകാം. എന്നാൽ അത്തരം സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമാക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്ന, അതായത് ഏകാന്തതയിൽ സന്തോഷം കണ്ടെത്തുന്ന 5 രാശിക്കാരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. അങ്ങനെയുള്ളവർ അത് സ്വാതന്ത്ര്യമായി കണ്ട് ആ സ്വാതന്ത്ര്യത്തെ അവർ ആസ്വദിച്ച് ജീവിക്കും. അതായത് അവർ തങ്ങളിൽ തന്നെ സ്വയം സന്തുഷ്ടരാകാൻ ശ്രമിക്കും എന്നർത്ഥം. നമുക്ക് അത്തരത്തിലുള്ള 5 രാശിക്കാരെ പരിചയപ്പെടാം. ആദ്യത്തെ രാശി മേടം രാശി തന്നെയാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർ പൊതുവെ ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. തനിച്ചാവുമ്പോൾ അവർ ആ സ്വാതന്ത്ര്യത്തെ നന്നായി ആസ്വദിക്കുന്നവരാണ്. തനിച്ചായാലും അവർ സ്വാശ്രയരാണ് എന്ന് തന്നെ പറയണം. മറ്റാരുടെയും സഹായമില്ലാതെ അവർ സ്വന്തം കാര്യങ്ങളിൽ സ്വന്തം തീരുമാനം എടുക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെ ആ കഴിവ് മൂലം അവർ ലക്ഷ്യത്തിലേക്ക് ഗമിക്കാറുമുണ്ട്. ഒറ്റയ്ക്കാകുമ്പോൾ അവരുടെ നേതൃത്വ ശേഷിയെ അവർ തന്നെ സ്വയം വിശകലനം ചെയ്ത് അത് വിജയത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തും. അതായത് ഏകാന്തതയും പരസഹായവും ഇല്ലായ്മയും ഒക്കെ അവരെ തളർത്തില്ല, അവരെ അത് വിജയത്തിലേക്ക് കൂടുതൽ നയിക്കും എന്ന് അർത്ഥം. അടുത്ത രാശി ഇടവൻ രാശിയാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരും തനിച്ചായിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഏകാന്തമായിട്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ അവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. ഇടവക്കൂറുകാർ സ്വഭാവത്തിൽ സ്ഥിരതയുള്ളവരാണ്. എന്നാൽ ഇവർ വളരെ സെൻസിറ്റീവാണ്. വൈകാരികമായി ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അവർ സാവകാശം മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ഏകാന്തതയിലും സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നവരാണ് ഇടവൻ രാശിക്കാർ. ഏകാന്തതയിൽ കഴിയുമ്പോൾ ഇവർ മറ്റു പല കാര്യങ്ങളിലും സ്വയം ചിന്തിച്ച് വിശകലനം ചെയ്ത് അതിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുകയും അത് ജീവിത വിജയത്തിന് സാഹചര്യമൊരുക്കുകയും ചെയ്യും. ഏകാന്തത അലവസരപ്പെടുത്താതെ അത് ജീവിത വിജയമാക്കി തീർക്കുന്ന 5 രാശിക്കാരിൽ 3ാമത്തെ രാശി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് സ്വന്തം ചിന്താഗതികളാണ് അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ. മിഥുനൻ രാശിയുടെ സ്വരൂപം തന്നെ 2 ആണ്, അതായത് ജോഡിയാണ്. അവർ സ്വയം 2 പേരാണ് എന്നുള്ള രീതിയിലാണ്
മുന്നോട്ട് പോവുക. കൂട്ടിന് ഒരാൾ വേണമെന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടാകില്ല. അവർ തന്നെ രണ്ടുപേരായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ചിന്തകൾ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ അവർ തനിച്ചായിരുന്നാൽ പോലും അതിൽ സന്തോഷം കണ്ടെത്തുകയും അതിൽ വിജയം നേടുകയും ചെയ്യും. മിഥുനക്കൂറുകാർക്ക് ഒരു ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള പാഠവുമുണ്ട്. അതുകൊണ്ട് തന്നെയൊക്കെ മിഥുനക്കൂറുകാർ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യുന്നു. ഏകാന്തത അവരെ ഒട്ടും അലോസരപ്പെടുത്തില്ല. ഏകാന്തത അലോസരപ്പെടുത്താതെ ജീവിതം വിജയത്തിൽ എത്തുന്ന 5 രാശിക്കാരിൽ 4ാമത്തെ രാശി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ ഉൾപ്പെടുന്നത് ഉത്രത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് ഏകാന്തതയിൽ കൂടുതൽ സമാധാനം അവരുടെ മനസ്സിനുണ്ടാകുന്നു എന്നതാണ് വസ്തുത. വളരെ നല്ല വൃത്തിയോടും നല്ല ക്രമീകരണത്തോടും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് കന്നിക്കൂറുകാർ. അവർ ലളിത ജീവിതം ആസ്വദിക്കുന്നവരാണ്. മറ്റുള്ളവരെക്കാൾ കന്നിക്കൂറുകാർ സ്വയം ശ്രദ്ധിക്കുകയും അവരുടെ ജീവിതത്തെ അവർ വിശകലനം ചെയ്യുകയും ജീവിത വിജയത്തിലെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏകാന്തത അവരെ അലോസരപ്പെടുത്തില്ല. അത് അവർ വിജയത്തിലേക്കുള്ള പടിയായിട്ട് സ്വീകരിക്കും. ഏകാന്തത അലോസരപ്പെടുത്താതെ ജീവിത വിജയം നേടുന്ന 5 രാശിക്കാരിൽ 5ാമത്തെ രാശി കുംഭം രാശിയാണ്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭം രാശിക്കാരും ഏകാന്തതയിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. അവർ അവരുടേതായിട്ടുള്ള പ്രവർത്തികളിൽ മുഴുകി അതിനെ സന്തോഷകരമാക്കും. തനിച്ചാവുമ്പോൾ അവർ കൂടുതൽ ചിന്തിക്കുകയും ഊർജ്ജസ്വലരാകുകയും അവരുടെ കഴിവിനെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യത്തെ വളരെയധികം സ്നേഹിക്കുന്നവരാണ് ഇവർ. കുംഭം രാശിക്കാർ അവരുടെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ പ്രകടമാക്കിക്കൊണ്ട് അവർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. ഏകാന്തത ഒരിക്കലും അവരെ അലോസരപ്പെടുത്താറില്ല. അത് ജീവിത വിജയത്തിലേക്കുള്ള പടിയായി അവർ കാണും. മറ്റാരുടെയും സഹായമോ കൂട്ടോ ഇല്ലാതെ ഒറ്റയ്ക്കായാലും സന്തോഷത്തോടുകൂടി കഴിയാൻ സാധിക്കുന്ന 5 രാശിക്കാരെയാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടത്. ചില രാശിക്കാർക്ക് പ്രത്യേകിച്ച് നല്ല ലക്ഷ്യബോധവും കഠിനാധ്വാനത്തിനുള്ള മനസ്സും ഉണ്ടാകും. അങ്ങനെ അവർ നല്ല ലക്ഷ്യബോധത്തോടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഏത് ജോലിയിലും മുന്നിലെത്താനുള്ള ശ്രമം നടത്തും. ഏത് ജോലിയിലും മുന്നിലെത്താൻ ശ്രമിക്കുന്ന, മുന്നിൽ നിൽക്കുന്ന 5 രാശിക്കാരെ പരിചയപ്പെടാം. ഒന്നാമത് മേടക്കൂറുകാരാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർ വളരെ അധികം സർഗാത്മകത ഉള്ള രാശിക്കാരാണ്. അവർ സ്വയം വ്യക്തിത്വം സൃഷ്ടിക്കുന്നില്ല. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമേ അവർ ഏത് കാര്യത്തിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുകയുള്ളൂ. ജയിക്കുവാനുള്ള അഗാധ വാശി ഇവർക്കുണ്ട്. ഇവർ നിർഭയരും ധൈര്യശാലികളുമാണ്. ഇവർ അങ്ങേയറ്റം ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയിലും മുന്നിൽ നിന്ന് നയിച്ച് വിജയം നേടിയെടുക്കാനുള്ള പരിശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുള്ള കഴിവ് ജന്മന ഇവരിൽ ഉണ്ടാകും. രണ്ടാമത് ഇടവൻ രാശിക്കാരാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിക്കാർക്കും ഏത് പ്രവൃത്തിയിലും മുന്നിലെത്താനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള കഴിവുണ്ട്. ഇവരും തുടങ്ങുന്ന ജോലികൾ പരിശ്രമത്തിലൂടെ വിജയിച്ചതിന് ശേഷമേ വിശ്രമിക്കുകയുള്ളൂ. ഇടവൻ രാശിക്കാർ അല്പം പിടിവാശിയുള്ളവരാണ്. വിജയിക്കാനുള്ള അഭിനിവേശം ഇവരുടെ ഉള്ളിലുണ്ട്. ഇവരുടെ വ്യക്തിത്വം നല്ല ആകർഷണീയമായിരിക്കും. ഏത് പ്രവൃത്തിയിലായാലും അവർ അവരുടെ മൂല്യങ്ങളിലും തത്വങ്ങളിലും ഒക്കെ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുക. മൂന്നാമത്തെ രാശി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർ അഭിമാനികളാണ്. അവരുടെ സ്വന്തം തത്വങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇവർ പൊതുവെ മൃദുലമാണെങ്കിലും കർക്കശ സ്വഭാവക്കാരാണ്. ഇവർ വിദഗ്ധരായിട്ടുള്ള നയതന്ത്രജ്ഞന്മാരാണ്, ബുദ്ധിമാന്മാരുമാണ്. കർക്കിടകക്കൂറുകാർ എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അവരുടെ കഠിനാധ്വാന ഫലമായിട്ടാണ് പലപ്പോഴും ഇവർ മുന്നിലെത്തുക. കർക്കിടകക്കൂറുകാർ ഓർമ്മശക്തിയിലും മുന്നിൽ തന്നെയാണ്. നാലാമത്തെ രാശി തുലാം രാശിയാണ്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് അവരുടെ ഉള്ളിൽ തന്നെ നല്ല ഊർജ്ജസ്വലത ജന്മന നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും തുലാക്കൂറുകാർ. ഏത് പ്രവൃത്തിയിലായാലും വിജയത്തിലെത്താനും മുന്നിലെത്താനും അവർ കഠിനാധ്വാനം ചെയ്യും. അതായത് ഇവർ രാവും പകലും അധ്വാനിക്കാൻ തയ്യാറാകും. തുലാക്കൂറുകാർ നല്ല സൗമ്യതയോടുകൂടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 5ാമത്തെ രാശി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാർ ഒരിക്കലും ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിയാറില്ല.
വൃശ്ചികക്കൂറുകാർ വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയത്തിന്റെ പാതകൾ നേടാൻ ശ്രമിക്കുന്നവരാണ്. അതിനവർ കഠിന പരിശ്രമം ചെയ്യുകയും ചെയ്യും. അവർക്ക് നല്ല മനഃശക്തി ഉണ്ടാകും. ഏത് തൊഴിലിൽ ഏർപ്പെട്ടാലും അതിൽ വിജയം നേടിയതിനു ശേഷം മാത്രം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വൃശ്ചികക്കൂറുകാർ. അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയിലും മുന്നിലെത്താൻ ഇവർ സ്വാഭാവികമായിട്ട് ശ്രമിക്കുകയും ജന്മന അതിന് ഇവർക്ക് കഴിവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്യബോധം മൂലം ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും മുന്നിലെത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മുന്നിൽ എത്തുന്ന അതിനുള്ള ഭാഗ്യമുള്ള 5 രാശിക്കാരെയാണ് നാം ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത്. സ്വാഭാവികമായിട്ട് തങ്ങളുടെ പങ്കാളിയോട് മികച്ച രീതിയിൽ സംവദിക്കാനും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കി പെരുമാറാനും ഒക്കെ അറിയുന്ന മികച്ച ഭർത്താക്കന്മാരുണ്ടാകാറുണ്ട്. നല്ല സ്വഭാവവും വ്യക്തിത്വവുമുള്ള ജീവിത പങ്കാളികളെ ലഭിക്കുവാൻ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും. തങ്ങളുടെ മനസ്സറിഞ്ഞ് തങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് നല്ല ഭർത്താവായി മാറാൻ കഴിവുള്ളവരെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും. ഭർത്താവാകുന്ന വ്യക്തി ദയയുള്ളവരും പരിപാലിക്കാനും സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും. ഒരു വ്യക്തിയുടെ ജാതകമാണ് 5-ാം ഭാവവും 7-ാം ഭാവവും തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ടാണ് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളെ നിശ്ചയിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടുപേരുടെയും ജാതകത്തിലുള്ള പാപസാമ്യം, നക്ഷത്രപ്പൊരുത്തം, ഇതൊക്കെയാണ് 2 വ്യക്തികൾ തമ്മിലുള്ള അടുപ്പത്തെ നിശ്ചയിക്കുന്നത്. എന്നാൽ ചില രാശിക്കാർക്ക് സ്വതവേ ഭാര്യയോട് നന്നായി പെരുമാറാനുള്ള ജന്മനായുള്ള കഴിവുണ്ടാകും. ഇത് മാത്രമല്ല ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ ഘടകം. ഇത് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളെ പറഞ്ഞു എന്ന് മാത്രം. അതായത് ജന്മന മറ്റു രാശിക്കാരെക്കാൾ ഭാര്യയ്ക്ക് കൂടുതൽ കരുതൽ കൊടുക്കാൻ പ്രാപ്തിയുള്ള രാശിക്കാരെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റുള്ള രാശിക്കാരും മോശക്കാരല്ല. ജാതകവും പരസ്പരം ഇരുവരുടെയും നക്ഷത്രവും ജാതകപ്പൊരുത്തവും ഒക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഓരോരോ രാശിക്കാരെ ഇന്ന് പരിചയപ്പെടാം. മികച്ച ഭർത്താക്കന്മാരായിട്ടുള്ള 6 രാശിക്കാരിൽ 1-ാമത്തെ രാശി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ശുക്രൻ ദാമ്പത്യത്തിന്റെ ഒക്കെ കാരകഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവക്കൂറുകാർക്ക് കുടുംബജീവിതത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. ഭാര്യയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ആവശ്യമെങ്കിൽ അവരുടെ വീട്ടുജോലികളിൽ വരെ അവരെ സഹായിക്കാനും ഒക്കെ അവർ തയ്യാറാകും. നല്ലതും ചീത്തയുമായിട്ടുള്ള ഏത് സാഹചര്യത്തിലും പങ്കാളിയുമായിട്ട് സമയം ചെലവഴിക്കാനും അവരെ കൂടുതൽ സ്നേഹിക്കാനും എല്ലായ്പ്പോഴും ഇടവക്കൂറുകാർ ഉറച്ചു നിൽക്കും. ഭാര്യമാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും തൊഴിൽപരമായി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാഹചര്യം ഇടവക്കൂറുകാരായിട്ടുള്ള ഭർത്താക്കന്മാർ ചെയ്തു കൊടുക്കാറുണ്ട്. ഭർത്തൃപദം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള 6 രാശിക്കാരിൽ 2-ാമത്തെ രാശി മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാർ പൊതുവെ പ്രണയാതുരമായിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും. അവർ വളരെ കരുതലുള്ളവരായിരിക്കും. പൊതുവെ ഇവർ മൃദുല സ്വഭാവമുള്ളവരാണ്. അതുതന്നെ മറ്റുള്ളവരെ ഇവരിലേക്ക്, അതായത് പെൺകുട്ടികളെ ഇവരിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്നതിന് കാരണമാകും. ഇവരുടെ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വവും നർമ്മബോധവും ഒക്കെ മറ്റുള്ളവരെ, അതായത് പെൺകുട്ടികളെ പെട്ടെന്ന് ഇവരിലേക്ക് ആകർഷിക്കും. പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ ഇവർ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. മിഥുനക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാരെ ആർക്കും മടുക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മികച്ച ഭർത്താക്കന്മാരായിരിക്കും. ഭർത്തൃപദം മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കെൽപ്പുള്ള 6 രാശിക്കാരിൽ 3-ാമത്തെ രാശി കർക്കിടകം രാശിയാണ്. ചന്ദ്രന്റെ രാശിയാണ് കർക്കിടകൻ രാശി. കർക്കിടക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാരും മികച്ച ഭർത്താക്കന്മാരാണ്. കർക്കിടക്കൂറുകാർ എല്ലായ്പ്പോഴും തങ്ങളുടെ പങ്കാളിയെ, അതായത് ഭാര്യയെ ശ്രദ്ധിക്കുന്നവരാണ്. പങ്കാളിക്ക് വേണ്ട സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ അവർ സമർത്ഥരാണ്. ചന്ദ്രന്റെ സ്വാധീനം മൂലം കർക്കിടക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാർ ശാന്ത സ്വഭാവികളാണ്. പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഇവർ എല്ലായ്പ്പോഴും ശ്രദ്ധ കൊടുക്കും. ഭർത്തൃപദം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള 6 രാശിക്കാരിൽ 4-ാമത്തെ രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാർ, അതായത് ആൺകുട്ടികൾ, വളരെ പ്രായോഗികത ഉള്ളവരാണ്. ഇവരുടെ വാക്കുകൾ ആരുടെയും ഹൃദയത്തെ കീഴടക്കും. പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് ഇവരിലേക്ക് ആകർഷിക്കും. സ്നേഹത്തിനു വേണ്ടി ഇവർ എന്തും ചെയ്യുന്നവരാണ്. പങ്കാളിയെ സന്തോഷിപ്പിക്കാൻ ചിങ്ങക്കൂറുകാർക്ക് നല്ല കഴിവുണ്ടാകും. ചിങ്ങക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാരുടെ ദാമ്പത്യ ജീവിതം വളരെ നല്ലതായിരിക്കുമെന്നാണ് പൊതുവെ അഭിപ്രായം. ജീവിത പങ്കാളിയുമായി നല്ല രീതിയിൽ ഒത്തുപോകുന്നവരായിരിക്കും ചിങ്ങക്കൂറുകാർ എന്ന് പറയാം. മികച്ച ഭർത്തൃപദവി അലങ്കരിക്കാൻ കഴിവുള്ള 6 രാശിക്കാരിൽ 5-ാമത്തെ രാശി തുലാം രാശിയാണ്. ശുക്രന്റെ തന്നെ മറ്റൊരു രാശിയാണ് തുലാം രാശി. തുലാക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാർക്ക് സ്നേഹം വളരെ പരമപ്രധാനമാണ്. സ്വഭാവ ശുദ്ധിയിലുള്ളവരായിരിക്കും. പ്രണയ ജീവിതവും മറ്റും ഇവർ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നവരാണ്.
ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വളരെയേറെ കഴിവുള്ളവരാണ് തുലാക്കൂറുകാർ. തുലാക്കൂറുകാർ പൊതുവെ നല്ല ഭർത്താക്കന്മാരാണ് എന്ന് തെളിയിക്കാറുണ്ട്. ഭാര്യയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും അവർ ശ്രദ്ധിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ദുഃഖമോ അസന്തുഷ്ടിയോ ഭാര്യയ്ക്ക് നൽകുവാൻ തുലാക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാർ ശ്രമിക്കാറില്ല. മികച്ച ഭർത്തൃ പദവി അലങ്കരിക്കാൻ കഴിവുള്ള 6 രാശിക്കാരിൽ 6ാമത്തെ രാശി, അതായത് അവസാനത്തെ രാശി ധനുരാശിയാണ്. ധനുക്കൂറ് വ്യാഴത്തിന്റെ രാശിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ശാന്ത സ്വഭാവക്കാരാണ്. ധനുക്കൂറുകാരായിട്ടുള്ള പുരുഷന്മാർക്ക് പൊതുവെ ആത്മീയമായിട്ട് ചായ്വുള്ളവരായിരിക്കും. അവർ പുറമേ നിന്ന് കടുപ്പമുള്ളവരാണ് എന്ന് തോന്നിയേക്കാമെങ്കിലും മൃദുല ഹൃദയരാണ്. ജീവിത പങ്കാളിയുടെ സന്തോഷം പൂർണ്ണമായി പരിപാലിക്കാൻ കഴിവുള്ളവരാണ് ഇവർ. പങ്കാളിയുടെ സുഖസൗകര്യങ്ങൾക്ക് കഴിയുന്നത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ ധനുക്കൂറുകാർ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇവർ മികച്ച ഭർത്താക്കന്മാരായി തീരുകയും ചെയ്യും. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിവുള്ള 6 രാശിക്കാരെ നാം പരിചയപ്പെട്ടു. സമർത്ഥമായി വിജയം നേടാൻ പ്രത്യേക വിരുദുള്ള ചില രാശിക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. മറ്റുള്ളവരെ കൊണ്ട് തൊഴിലെടുപ്പിച്ച് വിജയം കരസ്ഥമാക്കാൻ ഒരു പ്രത്യേക വിരുദ് തന്നെ ഉണ്ടാകും. 5 രാശിക്കാർക്ക് അത്തരത്തിലുള്ള അതിവിശേഷമായിട്ടുള്ള കഴിവ് ജന്മനാ തന്നെ ലഭിക്കുന്നതാണ്. ഇവർ മികച്ച സംഘാടകരായിരിക്കും. അങ്ങനെ മികച്ച സംഘാടകരായിട്ടുള്ള 5 രാശിക്കാരെ നമുക്ക് പരിചയപ്പെടാം. മികച്ച സംഘാടകരായിട്ടുള്ള 5 രാശിക്കാർ, അതായത് മറ്റുള്ളവരെ നല്ല രീതിയിൽ പണിയെടുപ്പിച്ച് അതിന് പ്രചോദനം നൽകിക്കൊണ്ട് ഏത് പ്രവർത്തനങ്ങളിലാണെങ്കിലും സമർത്ഥമായി വിജയം നേടിയെടുക്കാൻ ജന്മസിദ്ധമായിട്ട് കഴിവുള്ള 5 രാശിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് മിഥുനം രാശിക്കാരെയാണ് പരിചയപ്പെടേണ്ടത്. മിഥുനക്കുറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനം രാശി ബുധന്റെ രാശിയാണ്. മിഥുനക്കൂറിന്റെ 10ാം ഭാവം വ്യാഴത്തിന്റെ രാശിയാണ്. ബുദ്ധിയുടെയും ആശയവിനിമയ ശേഷിയുടെയും കാരകഗ്രഹമാണ് ബുധൻ. സംസാരിക്കുന്നതിൽ നല്ല സമർത്ഥരായിട്ടുള്ള വ്യക്തികളാണ് മിഥുനക്കൂറുകാർ. മിഥുനക്കൂറുകാർ പൊതുവെ നല്ല മനസ്സുള്ളവരായിരിക്കും എന്ന് പറയാം. ഒരു തൊഴിൽ അവർ ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെ അതിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ മുൻകൂട്ടി കരുതലെടുത്ത് ആലോചനാ ശേഷിയോടുകൂടി പ്രാവർത്തികമാക്കാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണമെന്ന് നന്നായി അവർ ആലോചിക്കും. അവർ സംസാരപ്രിയരാണ്. അതേപോലെ തന്നെ മധുരമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ സംഭാഷണ ചാതുര്യവും ഉള്ളവരാണ്. തൊഴിൽ എത്ര കഠിനമുള്ളതായാലും ബുദ്ധി സാമർഥ്യത്താൽ ആ കഠിനതയൊക്കെ അവർ ഇല്ലാതാക്കി വളരെ എളുപ്പം അവർ വിജയത്തിലെത്താൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി, അതായത് മേലുദ്യോഗസ്ഥനാണെങ്കിൽ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിച്ച് വിജയം നേടിയെടുക്കാൻ പ്രത്യേക വിരുദ് ഇവർക്കുണ്ടാകും. ഇനി നമുക്ക് പരിചയപ്പെടേണ്ട 2ാമത്തെ രാശി കർക്കിടകക്കൂറാണ്. ചന്ദ്രന്റെ രാശിയാണ് കർക്കിടകം രാശി. മസ്തിഷ്കം, മനസ്സ്, ബുദ്ധി എന്നീ കാര്യങ്ങളുടെയൊക്കെ കാരകഗ്രഹമാണ് ചന്ദ്രൻ. കർക്കിടകക്കൂറുകാർക്ക് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാനും ഒക്കെ അറിയാം. മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾക്കും സ്വഭാവങ്ങൾക്കും അനുസരിച്ച് പെരുമാറ്റത്തെ ചിട്ടപ്പെടുത്താൻ അവർക്ക് നന്നായി അറിയാമെന്നർത്ഥം. കർക്കിടകക്കൂറുകാർ ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല. സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ അവർ അതിവിദഗ്ധരാണ്. മറ്റുള്ളവരെ കൊണ്ട് എങ്ങനെ തൊഴിലെടുപ്പിക്കണമെന്ന് കർക്കിടകക്കൂറുകാർക്ക് നന്നായി അറിയാം. തൊഴിലിൽ വിദഗ്ധമായിട്ട് പരിശ്രമിക്കാനും അവർക്കറിയാം. 3ാമത് നമുക്ക് പരിചയപ്പെടേണ്ടത് കന്നിക്കൂറാണ്. കന്നിരാശിയും ബുധന്റെ തന്നെ രാശിയാണ്. ബുദ്ധി, യുക്തി ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള കഴിവ്, ആശയവിനിമയ ശേഷി, നന്നായി സംസാരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ബുധന്റെ കാരകത്വ സ്വഭാവങ്ങളിൽ പെടുന്നതാണ്. ബുധന് ഏറ്റവും കൂടുതൽ ബലമുള്ള രാശിയും കന്നിരാശിയാണ്. മറ്റേതൊരു ഗ്രഹത്തിനും ഉള്ളതിൽ അധികമായിട്ട് മൂലക്ഷേത്രം, സ്വക്ഷേത്രം എന്നിങ്ങനെ വളരെയധികം ബലമുള്ള രാശിയാണ് ബുധനെ സംബന്ധിച്ച് കന്നിരാശി. ബുധന്റെ കാരകത്വ സ്വഭാവങ്ങൾ ഏറ്റവും അധികം ലഭിക്കുന്നതും കന്നിക്കൂറുകാർക്കാണ്. എന്നാൽ ഈ രാശിക്കാർ അല്പം നാണം കുടുങ്ങികളാകാറുണ്ട്. എന്നിരുന്നാലും അവരുടെ ഏതൊരു കാര്യവും അവർ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നവരാകും. മുന്നിൽ നിൽക്കുന്ന ആളുകളോട് മാന്യമായി സംസാരിക്കാനും സ്നേഹത്തോടെ വാക്കുകൾ കൊണ്ട് കരുത്തു പകരാനും ഒക്കെ കന്നിക്കൂറുകാർക്ക് നന്നായി അറിയാം. കന്നിക്കൂറുകാർ വളരെ മിടുക്കരാണ്. അവരുടെ സ്വന്തം താല്പര്യങ്ങൾ പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കുന്നതിന് ശ്രമിക്കാറുമുണ്ട്. കാര്യങ്ങൾ പ്രതിലോമമായി പോകുന്ന അവസരത്തിൽ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്ത് നല്ല രീതിയിൽ പുതിയൊരു മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വിദഗ്ധമായിട്ടുള്ള ഒരു ശേഷി കന്നിക്കൂറുകാർക്കുണ്ട്. ഏത് കഠിനമായിട്ടുള്ള പ്രവൃത്തിയായാലും പരിശ്രമത്തിലൂടെ വിജയം നേടിയെടുക്കാൻ അവർക്ക് കഴിയും.
ഇനി നമുക്ക് പരിചയപ്പെടേണ്ട നാലാമത്തെ രാശി വൃശ്ചികക്കൂറാണ്. വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ശാരീരിക ബലം, ഇച്ഛാശക്തി, സമർപ്പണശേഷി, ഊർജ്ജസ്വലത എന്നിവയുടെയൊക്കെ കാരകത്വം ചൊവ്വയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഏത് തൊഴിലാണെങ്കിലും അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള ഊർജം വൃശ്ചികക്കൂറുകാർക്കുണ്ട്. ഈ രാശിക്കാർ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കും. തന്റെ മുന്നിലുള്ള വ്യക്തികളെ നന്നായി മനസ്സിലാക്കാൻ വളരെ ശേഷിയുള്ള പാഠവുമുള്ളവരായിരിക്കും വൃശ്ചികക്കൂറുകാർ. മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിച്ച് തൊഴിലുകളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കാൻ അവർക്ക് കഴിവുണ്ട്. നന്നായി സംസാരിക്കാനും വൃശ്ചികക്കൂറുകാർക്കറിയാം. മറ്റുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ സംസാരം കൊണ്ട് തന്നെ അവർക്ക് സാധിക്കും. അഞ്ചാമത് നമുക്ക് പരിചയപ്പെടേണ്ടത് മീനക്കൂറുകാരെയാണ്. മീനക്കൂർ വ്യാഴത്തിന്റെ രാശിയാണ്. ഭാഗ്യം, വിദ്യാഭ്യാസം, ആത്മീയത, ധനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളുടെ ഒക്കെ കാരകഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ശുഭഗ്രഹം കൂടിയാണ് വ്യാഴം. മീനക്കൂറുകാർ ബഹുമുഖമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരാണ്. സ്വന്തം തീരുമാനങ്ങൾ നന്നായി എടുക്കാൻ അറിയുന്നവരുമാണ്. മറ്റുള്ളവരുടെ മനസ്സ് നന്നായി ദർശിക്കാനുള്ള പാഠവും മീനക്കൂറുകാർക്കുണ്ട്. സംഭാഷണത്തിലും ഇവർ സമർത്ഥരാണ്. ഇവർ നന്നായി പ്രസന്നമായി പെരുമാറും. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും ഇവർക്കറിയാം. ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ മൂലം ഒരു പ്രവൃത്തി ഏറ്റെടുത്താൽ അത് നന്നായി ചെയ്തു തീർക്കാൻ അവർക്ക് സാധിക്കുന്നു. മികച്ച സംഘാടകരുമാണ് മീനക്കൂറുകാർ. മികച്ച സംഘാടകരായിട്ടുള്ള, അതായത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് തൊഴിലെടുപ്പിച്ച് മികച്ച വിജയം നേടാൻ കഴിവുള്ള 5 രാശിക്കാരെയാണ് നാം ഇപ്പോൾ പരിചയപ്പെട്ടത്. ഇന്ന് അതിപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്. മുൻജന്മത്തിൽ നമ്മുടെ ബന്ധുക്കളായിരുന്നവർ ഈ ജന്മത്തിൽ നാം വീണ്ടും അവരോട് അടുത്തിടപെടാനും നമ്മുടെ മാതാപിതാക്കളായിട്ടും സഹോദരങ്ങളായിട്ടും സുഹൃത്തുക്കളായിട്ടും അതിപ്രധാനമായിട്ട് പങ്കാളിയായിട്ടുമൊക്കെയുള്ള വരാൻ സാധ്യതയുണ്ട്. അത്തരം ചില നക്ഷത്രക്കാരെ പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരം നക്ഷത്രക്കാരെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. ഓരോ നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് അതിലേക്ക് പോകാം. മരണത്തെ അതിജീവിച്ച് മുൻ ജന്മത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഒരുപോലെ പങ്കുവച്ച പങ്കാളിയെ തന്നെ ഈ ജന്മത്തിൽ ലഭിക്കുന്ന നിരവധി നക്ഷത്രങ്ങളുണ്ട്. 27 നക്ഷത്രക്കാർക്കും അതിനുള്ള യോഗമില്ല. എന്നാൽ അത്തരം ചില നക്ഷത്രക്കാരുമുണ്ട്. അതേപോലെ തന്നെ അവർക്കൊക്കെ ഒരുപക്ഷെ പിതാവും മാതാവും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ മുൻ ജന്മത്തിലെ അതേപോലെ തന്നെ തിരികെ വരാൻ സാധ്യതയുണ്ട്. കാരണം മുൻ ജന്മങ്ങളിൽ അത്രയ്ക്ക് അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർ പ്രത്യേക നക്ഷത്രത്തിൽ ജനിക്കുകയും വീണ്ടും ഈ ജന്മത്തിൽ അവർ അടുപ്പത്തിൽ, അതായത് സ്നേഹാദരങ്ങളോട് ജീവിക്കുകയും ഒക്കെ ചെയ്യും. മുൻജന്മ ദോഷം കൊണ്ട് ചില മറിച്ചും ആകാം. ചിലപ്പോൾ ഈ ജന്മത്തിൽ കലഹങ്ങളും മറ്റുമുണ്ടായി കഴിഞ്ഞ ജന്മത്തിലെ ആവർത്തനം കൊണ്ടുപോകാം. ദോഷങ്ങളെ അനുഭവിച്ചു വന്നിരിക്കാം. അങ്ങനെയും ഒക്കെ ഉണ്ടാകാം. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് അത്തരത്തിൽ ദൈവഗത്യ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. 27 നക്ഷത്രക്കാർക്കും ഓരോ സ്വഭാവവിശേഷങ്ങളുണ്ട്. ആ സ്വഭാവവിശേഷങ്ങളെ ഞാൻ ഓരോ നക്ഷത്രക്കാരും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 2ാം ഭാഗം ഇപ്പോൾ നടക്കുകയാണ്. ചിത്തിര വരെയുള്ള നക്ഷത്രത്തിന്റെ 2ാം ഭാഗവും അറിയിച്ചു കഴിഞ്ഞു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. നക്ഷത്രത്തെക്കുറിച്ച് വളരെ നല്ല അറിവ് ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകും. ഒരു നക്ഷത്രത്തിൽ തന്നെ ജനിക്കുന്ന പലരും പലപ്പോഴും വ്യത്യസ്തമായിട്ടുണ്ടാകാം. വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം. അത് നക്ഷത്രങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അത്തരക്കാർക്ക് ഏതാണ്ട് നല്ലൊരു ശതമാനവും സ്വഭാവവും ഒന്ന് തന്നെ ആയിരിക്കും. വളരെ സൂക്ഷ്മതയോടെ പഠിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതുമാണ്. മരണത്തെ അതിജീവിച്ച് ഈ ജന്മത്തിലും ഒന്നാകുന്ന നിരവധി നക്ഷത്രക്കാരുണ്ട്. അത്തരത്തിലുള്ള 8 നക്ഷത്രക്കാരെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത് ഭരണി നക്ഷത്രത്തെയാണ് പറയേണ്ടത്. ഭരണി നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത തന്നെ യമരാജാവാണ്. അതിനാൽ തന്നെ മുൻജന്മവുമായി അറിഞ്ഞോ അറിയാതെയോ ഇവർക്കൊരു ബന്ധം വരും. ഭരണി നക്ഷത്രക്കാർ മുൻജന്മ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിലും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചവരായിരിക്കും. അങ്ങനെ സാധാരണയായി ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകാം. പങ്കാളിയെ കണ്ടുമുട്ടുന്ന വേളയിൽ തന്നെ ഇത് എൻ്റെ പറഞ്ഞു വെച്ചിരിക്കുന്ന കഴിഞ്ഞ ജന്മത്തിലെ പങ്കാളിയാണ്, എനിക്ക് ഈ ജന്മത്തിലും ആ സ്നേഹബന്ധങ്ങൾ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പെട്ടെന്ന് തന്നെ കാഴ്ചയിൽ അതിന്റെ സൂചനകൾ ലഭിക്കാം. ഇവർക്ക് പങ്കാളി ജന്മജന്മാന്തരങ്ങളായി തുടർന്നു പോരുന്നതാണ് എന്നുള്ള തിരിച്ചറിവും ഉണ്ടാകും. എന്നാൽ അവരുടെ ജീവിതം പലപ്പോഴും ഉയർച്ച താഴ്ചകളാൽ നിറഞ്ഞതുമായിരിക്കും. അടുത്തത്
മകൻ നക്ഷത്രമാണ് അത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നത്. മകൻ നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത പിതൃക്കളാണ്. മകൻ നക്ഷത്രം എന്നത് തന്നെ പുനർജന്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നക്ഷത്രമാണ്. മറ്റു നക്ഷത്രങ്ങളെക്കാൾ ഏറെയായിട്ട് ഏറ്റവും അധികമായിട്ട് പുനർജന്മത്തിലെ അറിവുകളും ആ സാഹചര്യവും ഒക്കെ മനസ്സിൽ ഓടിയെത്തുന്നത് മകൻ നക്ഷത്രക്കാർക്കായിരിക്കാം. പൂർവികരുമായിട്ട് അവർക്ക് വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാകും. പിതൃക്കളാണ് നക്ഷത്ര ദേവത എന്നതും കേതുവാണ് നക്ഷത്രാധിപൻ എന്നതും അവർക്ക് പുനർജന്മവുമായി ആത്മബന്ധമുണ്ട് എന്നുള്ളതിനെ തെളിയിക്കുന്നതിന്റെ സൂചനകളാണ്. ഇവർ എല്ലായ്പ്പോഴും പൂർവികരെ ബഹുമാനിക്കാനും പാരമ്പര്യം പിന്തുടരാനും ആഗ്രഹിക്കുന്നവരാണ്. അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇവർ താല്പര്യപ്പെടുകയും എപ്പോഴും കഠിനാധ്വാനത്തിലൂടെ ജീവിത വിജയം നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ഇവർക്ക് മുൻജന്മ പങ്കാളിയെ തന്നെ ജീവിതത്തിൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാനും ഇവർ ആഗ്രഹിക്കും. ഇവരുടെ വിവാഹം പലപ്പോഴും വളരെയധികം പങ്കാളിയെ ഇവർ തേടി നടക്കുകയും അതിനുശേഷം മുൻജന്മത്തിലെ പങ്കാളിയെ തന്നെ കണ്ടെത്തി വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ മകൻ നക്ഷത്രക്കാർക്ക് ഇവിടെ എപ്പോഴെങ്കിലുമൊക്കെയോ ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് തോന്നലുളവാകുകയും ചെയ്യും. അത്തരത്തിൽ അവർ പൂർവ്വജന്മങ്ങളിൽ ഏതെങ്കിലും വസിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ അവർക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താനും പൂർവ്വജന്മങ്ങളിൽ അടുത്തിടപെടുന്നവരുമായിട്ട് പെട്ടെന്നൊരു അടുപ്പമുണ്ടാക്കാനും ഒക്കെ പ്രത്യേക കഴിവുള്ള നക്ഷത്രമാണ് മകൻ നക്ഷത്രം. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഇവർക്ക് മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവർ യാത്രാപ്രിയരാണ്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മുൻജന്മങ്ങളിൽ യാത്ര ചെയ്ത സ്ഥലങ്ങളൊക്കെ ഇവർ പെട്ടെന്ന് തിരിച്ചറിയുകയും ഈ ജന്മത്തിൽ അതിനോടൊക്കെ ഒരു അടുപ്പം ഉണ്ടാക്കുകയും ചെയ്യും. പൂരം നക്ഷത്രക്കാർക്കും മുൻജന്മത്തിലെ പങ്കാളിയെ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരെയും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവരുടെ മനസ്സിൽ ഓടിയെത്തുന്നതുമാണ്. നിങ്ങൾ പൂരം നക്ഷത്രക്കാരാണ് എങ്കിൽ അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. മുൻജന്മവുമായി ബന്ധപ്പെട്ട് ഈ ജന്മത്തിലും അനുഭവങ്ങൾ ഓടിയെത്തുന്ന മറ്റൊരു നക്ഷത്രമാണ്. പ്രധാനപ്പെട്ട നക്ഷത്രം തന്നെയാണ് തൃക്കേട്ട. അതൊക്കെ ഇവരുടെ അനുഭവത്തിൽ ഓടിയെത്തുകയും ചെയ്യും. കണ്ടുപറന്ന വ്യക്തികളെയും കണ്ടുപറന്ന സ്ഥലങ്ങളെയും ഒക്കെ ഈ ജന്മത്തിൽ അവർ ഓർത്തെടുക്കും. എപ്പോഴൊക്കെയോ അവരോട് കൂടി ഉണ്ടായിരുന്നവരാണ് എന്നുള്ള പരിചയത്തിൽ അവർ ഈ ജന്മത്തിലും ഇടപെടും. മുൻജന്മ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിൽ വിവാഹം കഴിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം ആണ് തൃക്കേട്ട. അതേപോലെ തന്നെ മറ്റു ബന്ധുക്കളും ഇവർക്ക് ജന്മജന്മാന്തരമായി കടന്നു വരാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് കേതുവിന്റെ നക്ഷത്രമായിട്ടുള്ള മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്കും മുൻജന്മവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളും അടുപ്പവുമൊക്കെ കടന്നു വരാനുള്ള സാഹചര്യമുണ്ട്. മുൻജന്മത്തിലെ ആളുകളെയും സ്ഥലങ്ങളെയും ഒക്കെ ഇവർ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കണ്ടുമുട്ടിയേക്കാം. മുൻജന്മങ്ങളിലെ ബന്ധുക്കളെയും മുൻജന്മങ്ങളിൽ കണ്ടുമറന്നവരുമായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഇവർ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുൻജന്മത്തിലെ പങ്കാളി തന്നെ ഈ ജന്മത്തിലും തുടരുവാനുള്ള സാധ്യത ഇവർക്കും അധികമാണ്. അതേപോലെ തന്നെ മറ്റു ബന്ധുക്കളുടെ കാര്യവും പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും മുൻജന്മത്തിലെ പല വ്യക്തികളും ഈ ജന്മത്തിലും വലിയ പങ്ക് വഹിക്കുന്നവരായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ തന്റെ മുൻജന്മത്തിലെ പങ്കാളിയെ ഇവർ കണ്ടുമുട്ടുകയും ആ വ്യക്തിയെ തന്നെ ഇവർ വിവാഹം കഴിക്കുന്നതിനുള്ള സാഹചര്യവും ഉണ്ടാകും. ഇവരുടെ വിവാഹത്തിൽ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊക്കെ തരണം ചെയ്ത് ഇവർ മുന്നോട്ട് പോകും. പങ്കാളിയുമായി നല്ല രീതിയിൽ ഒത്തുപോകാൻ പരിശ്രമിക്കുന്നവരുമാണ് ഇവർ. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് മുൻജന്മത്തിലെ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിലും ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും. അത് ഇവർ അറിഞ്ഞോ അറിയാതെയൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കും. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിവർ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ പല കാര്യങ്ങളും ജീവിതത്തിൽ മുൻജന്മത്തിലെ കർമ്മഫലങ്ങളാലാണ് നടക്കുന്നത്. പലപ്പോഴും കഴിഞ്ഞ ജന്മത്തിലെ തെറ്റുകുറ്റങ്ങളുടെയൊക്കെ ആവർത്തനം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രായശ്ചിത്തം എന്ന രീതിയിൽ പല കാര്യങ്ങളും ഇവർ ഇടപെടാം. ഇവർ അറിയുന്നില്ല. പൂർവ്വജന്മത്തിലെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. ഇത് ചതയം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രേവതി നക്ഷത്രക്കാർ വളരെ ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുന്നവരാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയേറെ വിഷമിക്കുന്നവരാണ്. വിവാഹശേഷം ഇവരുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ നിറയുന്നതാണ്. പങ്കാളിയുമായി പലപ്പോഴും കലഹിക്കാനുള്ള സ്വഭാവം ഇവർ കാണിച്ചേക്കാം. എന്നിരുന്നാലും ഇത്രമേൽ അടുപ്പം പങ്കാളിയുമായി കാണിക്കുന്ന മറ്റൊരു നക്ഷത്രക്കാരും ഒരു പക്ഷേ കാണണമെന്നില്ല. തങ്ങളുടെ പങ്കാളിയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഇവർക്ക് അതുകൊണ്ട് തന്നെ മുൻജന്മ പങ്കാളിയെ തന്നെ ഈ ജന്മത്തിലും വിവാഹം കഴിക്കാനുള്ള സാഹചര്യം ഒരുങ്ങാം. ഏത് വിഷമഘട്ടത്തിലും ഇവരുടെ പങ്കാളിയെ ഒറ്റപ്പെടുത്താൻ ഇവർക്കൊരിക്കലും ആകില്ല.
എപ്പോഴും തങ്ങളുടെ പങ്കാളിക്കൊപ്പം നിലകൊള്ളുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. നിരവധിയായിട്ടുള്ള ജന്മങ്ങൾ കടന്ന് നാം ഒക്കെ ഈ ജന്മത്തിൽ എത്തിയിരിക്കുകയാണ്. അതിവിശേഷപ്പെട്ടതാണ് ഓരോ മനുഷ്യ ജന്മവും. അത് ധാർമ്മികമായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതുമാണ്. സ്നേഹബന്ധങ്ങളുടെ ആഴങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നാം അനുഭവിക്കുന്നത് എന്തു തന്നെയായാലും അത് മുൻജന്മത്തിലെ കർമ്മഫലമാണ് എന്ന് മനസ്സിലാക്കുക. പങ്കാളിയെ മുൻജന്മത്തിൽ നിന്ന് തുടർന്ന് ലഭിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇതൊക്കെ തുടർന്നു വരാനുള്ള സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. ഒരുപക്ഷെ അവർ അത് ആഗ്രഹിച്ചു വന്നിരുന്നതുമാണ്. വളരെ വർഷങ്ങളോളം ചിലപ്പോൾ മുൻജന്മത്തിലെ വ്യക്തികളെയൊക്കെ ഇവർ കണ്ടെത്താതെ വിഷമിച്ച് കഴിയുകയും പിന്നീട് അത് തേടി പിടിക്കുകയും ചെയ്യുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്നേഹബന്ധങ്ങൾക്ക് വളരെയേറെ വില കൽപ്പിക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. മരണത്തെ അതിജീവിച്ച് ഈ ജന്മത്തിലും സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്ന 8 നക്ഷത്രക്കാരെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രത്യേകതയുള്ള രാശിക്കാരെ പരിചയപ്പെട്ടു വരികയായിരുന്നു. പലതരത്തിൽ പ്രത്യേകതകൾ ചില രാശിക്കാർക്കുണ്ട്. അത്തരത്തിലുള്ള ഏതാനും കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേകതയുള്ള രാശിക്കാരെ, പ്രത്യേകതയുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളെ പരിചയപ്പെടുത്തി വരികയാണ്. അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയം സ്ത്രീകളെ സംബന്ധിച്ചുള്ളതാണ്. ഭർത്താക്കന്മാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന 5 രാശിക്കാരെ പരിചയപ്പെടാം. ഭർത്താവിന്റെ ഹൃദയം കീഴടക്കി അവർക്ക് ഭാഗ്യം നൽകുന്ന, അവർക്ക് സമാധാനം നൽകുന്ന 5 രാശിക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഇത് ഒരു വ്യക്തിയുടെ ജാതകവും ഒക്കെ പരിശോധിച്ചാണ് ഇത്തരത്തിലുള്ള ഭാഗ്യവും ഭാര്യയുടെ സ്നേഹവും പരിലാളനയും ഒക്കെ നമുക്ക് നിശ്ചയിക്കേണ്ടത്. എന്നിരുന്നാലും ഏതാനും രാശിക്കാർക്ക് അതിൽ സ്വതവേ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. അത്തരം രാശിക്കാരെയാണ് പരിചയപ്പെടുത്തുന്നത്. ജാതകവും കൂടി പരിശോധിച്ചിട്ടാണ് പൂർണ്ണമായിട്ട് അത്തരം കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് എന്നുകൂടി ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഭർത്താവിന്റെ ഹൃദയം കീഴടക്കുന്ന, ഭർത്താവിന് ഭാഗ്യം കൊണ്ടുവരുന്ന 5 രാശിക്കാരെ, അത്തരത്തിലുള്ള സ്ത്രീകളുടെ രാശിക്കാരെ പരിചയപ്പെടാം. ഒന്നാമത്തെ രാശി മേടം രാശിയാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരായിട്ടുള്ള സ്ത്രീകൾ എല്ലാ ജോലികളിലും മുന്നിലെത്താനുള്ള ആഗ്രഹമുള്ളവരാണ്. രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ധൈര്യശാലിയാണ്. ആ സ്വഭാവം മേടം രാശിക്കാരായിട്ടുള്ള സ്ത്രീകളിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മേടം രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾ ഭയമില്ലാത്തവരാകുകയും ഭർത്താവിന്റെ ഭാഗ്യത്തിന് അവർ തിളക്കം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും. എല്ലാ സാഹചര്യങ്ങളും നന്നായി മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് കഠിന പരിശ്രമം ചെയ്യാനും ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ പരിശ്രമിക്കുന്നവരുമാകും മേടം രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾ. മേടം രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ചില ആദ്യഘട്ടങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. എന്നിരുന്നാലും പിന്നീട് അതൊക്കെ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരായിട്ടുള്ള സ്ത്രീകൾക്കും രാശിയുടെ പ്രത്യേകത കൊണ്ട് തന്നെ അവർ ഭയമില്ലാത്തവരാണ്. അവർക്ക് നേതൃത്വ ഗുണമുള്ളവരാണ്. ഒരു തരത്തിലുമുള്ള സമ്മർദ്ദത്തെയും അവർ നേരിടാൻ താല്പര്യം കാണിക്കില്ല. അതായത് ഏത് തരത്തിലുള്ള സമ്മർദ്ദത്തെയും അവർ നേരിടും എന്നർത്ഥം. ചിങ്ങം രാശി സൂര്യന്റെ രാശിയാണ്. അതുകൊണ്ട് തന്നെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ചിങ്ങക്കൂറുകാരായിട്ടുള്ള സ്ത്രീകൾ. കുടുംബാംഗങ്ങളെ എല്ലാം നന്നായി മനസ്സിലാക്കാനും അവരോടൊക്കെ നല്ല രീതിയിൽ ഇടപെടാനും ഒക്കെ ചിങ്ങക്കൂറുകാരായിട്ടുള്ള സ്ത്രീകൾക്ക് സാധിക്കും. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഭർത്താവിന്റെ മനസ്സ് കീഴടക്കുന്നവരായിരിക്കും ചിങ്ങക്കൂറുകാർ. ചിങ്ങക്കൂറുകാരായിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും ഭർത്താവിന് ഭാഗ്യം കൊണ്ടുവരാറുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ അവർ ധൈര്യപൂർവ്വം അതിനെ നേരിട്ട് വിജയത്തിലെത്തുന്നതിന് സഹായിക്കും. വെല്ലുവിളികളെയൊക്കെ ചിങ്ങക്കൂറുകാരായിട്ടുള്ള സ്ത്രീകൾ ശക്തമായി നേരിടും. അതുകൊണ്ട് തന്നെ അവർ ഭർത്താവിന്റെ ഹൃദയം കീഴടക്കുകയും ഭർത്താവിന് ഭാഗ്യം നൽകുകയും ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ രാശി പരിചയപ്പെടേണ്ടത് കന്നിരാശിയാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറിന്റെ അധിപൻ ബുധനാണ്. എല്ലാ ഗ്രഹങ്ങളുടെയും രാജകുമാരനാണ് ബുധൻ. കന്നിരാശിക്കാരായിട്ടുള്ള പെൺകുട്ടികൾ വളരെ ഗൗരവമുള്ളവരായിരിക്കും. എല്ലാ കാര്യത്തിലും സമചിത്തതയോടുകൂടി കാര്യങ്ങളെ നേരിടാൻ അവർക്ക് സാധിക്കും. തങ്ങളുടെ ജോലികൾ, ചുമതലകളൊക്കെ, ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കാൻ അവർക്ക് കഴിവുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭർത്താക്കന്മാർക്ക് ഭാഗ്യം നൽകും. ബുധന്റെ സ്വഭാവം കൊണ്ട് തന്നെ അവർക്ക് നന്നായി സംസാരിക്കാനും പ്രത്യേകിച്ച് നർമ്മരസത്തിൽ സംസാരിക്കാനും ഒക്കെ കഴിവുണ്ട്. അതൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് സഹായിക്കും. ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും അവർ പരിഭ്രാന്തി
പരിഭ്രാന്തരാകാറില്ല. കഠിനമായ വെല്ലുവിളികളെ പോലും നേരിട്ടുകൊണ്ട് ഇവർ ജീവിതത്തെ വിജയത്തിലെത്തിക്കും. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും ഭർത്താവിന് ഭാഗ്യം നൽകുകയും ഭർത്താവിന്റെ ഇഷ്ടം നേടിയെടുക്കുകയും ചെയ്യും. ഭർത്താവിന്റെ ഹൃദയം കീഴടക്കുന്ന 5 രാശിക്കാരിൽ 4ാമത്തെ രാശി ധനുരാശിയാണ്. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. വ്യാഴമാണ് ധനുരാശിയുടെ അധിപൻ. ധനുരാശിക്കാരായിട്ടുള്ള സ്ത്രീകൾ വളരെ ഗൗരവമുള്ളവരായിരിക്കും. ഇവർ നല്ല അറിവുള്ളവരുമാണ്. ഏത് സാഹചര്യത്തെയും ഇവർ വേഗത്തിൽ പൊരുത്തപ്പെടും. അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് അവർ ഗൗരവമായി ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ധനുരാശിക്കാരായിട്ടുള്ള സ്ത്രീകൾ എല്ലായ്പ്പോഴും നല്ല ഭാര്യയാണെന്ന് തെളിയിക്കാറുണ്ട്. നല്ല ഭാര്യ എന്നതിലുപരി അവർ ഭർത്താവിന്റെ നല്ല സുഹൃത്താകാറുണ്ട്. മോശ സമയങ്ങളിൽ പോലും ഭർത്താവിനൊരു കവചമായി അവർ തീരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ ഇഷ്ടം നേടിയെടുക്കുന്നതിൽ അവർക്ക് സാധിക്കും. ഭർത്താവിന് അത് ഭാഗ്യം കൊണ്ടുവരും. ഭർത്താവിന്റെ ഹൃദയം കീഴടക്കുന്ന 5 സ്ത്രീ രാശികളിൽ 5ാമത്തെ രാശി മീനം രാശിയാണ്. മീനൻ രാശിയും വ്യാഴത്തിന്റെ തന്നെ രാശിയാണ്. മീനൻ രാശി പൊതുവെ ചഞ്ചല ചിത്തരാണ് എങ്കിൽ പോലും അവർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അറിയാവുന്നവരാണ്. ചിലപ്പോഴൊക്കെ കലഹിക്കാറുണ്ട് എങ്കിൽ പോലും അവർ സ്വന്തം ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരായിരിക്കും. കൂടാതെ മീനൻ രാശിക്കാരായിട്ടുള്ള സ്ത്രീകൾ കഠിനാധ്വാനികളാണ്. ഒരു പ്രതിസന്ധിയും അവർ ഭയപ്പെടാറില്ല. കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് അവർ എല്ലാവരുടെയും ഹൃദയം കീഴടക്കും. എല്ലാ ജോലികളിലും വിജയം നേടും. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും മീനക്കൂറുകാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഭർത്താവിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭർത്താവിന്റെ ഹൃദയം കീഴടക്കുന്നവരായിരിക്കും. ഭർത്താവിന് ഭാഗ്യം നൽകുന്നവരായിരിക്കും. ഭർത്താവിന്റെ ഹൃദയം കീഴടക്കി ഭർത്താവിന് ഭാഗ്യം നൽകുന്ന 5 രാശിക്കാരെയാണ് പരിചയപ്പെട്ടത്. ജാതകം നോക്കിയാണ് ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചിന്തിക്കേണ്ടത്. എന്നിരുന്നാലും 12 രാശികളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സ്വാഭാവിക ശേഷിയുള്ള രാശികളെയാണ് പരിചയപ്പെടുത്തിയത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളും വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.